ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ വീട്ടിൽ കുറച്ച് മീനുകളെ വളർത്തുന്നുണ്ട്. കുറച്ച് ഗപ്പി, കുറച്ച് ഫൈറ്റർ, അങ്ങനെ കുറച്ച് മീനുകൾ. അപ്പോൾ അവയെല്ലാം കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സിൻ്റെ ഇഷ്യൂ ഉണ്ട്. അത് ഇവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് സൗണ്ടുകൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതൊക്കെയാണ് മീൻ വളർത്തുന്ന ടാങ്കുകൾ. ഈ സൈഡിൽ കുറച്ച് ബോക്സസും കുറച്ച് ടബുകളുമാണ് ഉള്ളത്. ഈ സൈഡിലേക്ക് വരുമ്പോൾ രണ്ട് ടാങ്കുകളുണ്ട്. പിന്നെ 2 ബക്കറ്റും കുറച്ച് ടബ്, ഇതിലൊക്കെ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ മീൻ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം അപ്പുറത്തെ സൈഡിലൊന്ന് തന്നെ തുടങ്ങാം. ആദ്യത്തെ ടാങ്കിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ കുറച്ച് ഗപ്പികളാണ് ഉള്ളത്. കൂടിയ വെറൈറ്റി ഒന്നുമല്ല. ഇതിലിപ്പം ഗപ്പിയിൽ മിക്സഡ് ഗപ്പി മാത്രമേ ഉള്ളൂ. ഇതിൽ കിടക്കുന്നത് മിക്സഡ് ഗപ്പിയാണ്. അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നിറമാണ് എല്ലാത്തിനും. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. അതിനടുത്തുള്ള ടാങ്കിലേക്ക് വരുമ്പോഴും മിക്സഡ് ഗപ്പി തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അടിയിൽ കുറച്ച് ചരൽ വാരിയിട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് ആമ്പൽ നട്ടു വച്ചിട്ടുണ്ട്. ആമ്പൽ നല്ല വലിയ ആമ്പലല്ല, സാധാരണ കുളത്തിൽ കാണുന്ന ചെറിയ ആമ്പലാണ്. അതിൻ്റെ അടുത്ത ടാങ്കിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ഫൈറ്ററാണ് കിടക്കുന്നത്. ഫൈറ്ററിൻ്റെ ഫീമെയിൽ. അതും വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. എല്ലാവരും വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോയി നിൽക്കുകയാണ്. സാധാരണ ഈ സമയത്ത് ഇവരെ തുറന്നു വയ്ക്കാറില്ല. സാധാരണ മൂടിയാണ് ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഈ സമയത്ത് അധികം ഇങ്ങനെ തുറന്നു വയ്ക്കാറില്ലാത്തത് കൊണ്ട് ഇവർ പേടിച്ചതാണെന്ന് തോന്നുന്നു. അതിൻ്റെ അടുത്ത ടാങ്കിലേക്ക് വരുന്ന സമയത്ത് അതിലും കുറച്ച് ഫൈറ്ററിൻ്റെ ഫീമെയിൽ തന്നെയാണ്. ഇതിൽ കണ്ടതിനേക്കാളും കുറച്ചുകൂടി ചെറിയ സൈസാണ് ഇതിൽ കിടക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ടാങ്കിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ കുറച്ച് പ്ലാറ്റുകളാണ്. അതിനെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. മീനിനും ടാങ്കിനും ഒരേ കളറായതുകൊണ്ട് കാണാൻ ഇത്തിരി പ്രയാസമായിരിക്കും. ഇതാ പോകുന്നു. അടിയിൽ കുറച്ച് ചെറിയ കുഞ്ഞുങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു ഫ്രിഡ്ജ് പെട്ടിയാണുള്ളത്. അതിൽ കുറച്ച് ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണുള്ളത്. അതിനെയും കാണാൻ പറ്റുമോ എന്നറിഞ്ഞൂടാ. വെള്ളം ആൽഗെ പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം മുകളിലൊരു എണ്ണമയം പോലെ കാണുന്നുണ്ടോ, എങ്ങനെ വന്നതാണെന്ന് അറിഞ്ഞൂടാ. എണ്ണമയം വരാനായിട്ടുള്ള ഒരു സിറ്റുവേഷനും ഉണ്ടായിട്ടില്ല, പക്ഷെ എങ്ങനെയാണ് വന്നതെന്ന് അറിഞ്ഞൂടാ. ഗപ്പിയുടെ കുഞ്ഞുങ്ങൾ ഈ സൈഡിൽ കൂടെയൊക്കെ ഓടുന്നത് കാണാം. അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത്
ഇതൊരു ഫ്രിഡ്ജ് പെട്ടി തന്നെയാണ്. അതിലും കുറച്ച് ഗപ്പിയുടെ മിക്സഡ് ഗപ്പിയുടെ കുഞ്ഞുങ്ങൾ തന്നെയാണുള്ളത്. കഴിഞ്ഞിടത്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതൊരു സിമൻറ്റ് ടാങ്കാണ്. ഇതിൽ മിക്സഡ് ഗപ്പിയുടെ അത്യാവശ്യം വലിയ സൈസുള്ള മീനുകളാണ് കിടക്കുന്നത്. ഇതിലും മിക്സഡ് ഗപ്പിയുടെ കുറച്ച് കുഞ്ഞുങ്ങളെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു ദിവസം നോക്കിയപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ഒരു പൊട്ടൽ കണ്ടു. അപ്പോൾ അതിൽ കൂടെ വെള്ളം നല്ലോണം ലീക്കായതുകൊണ്ട് ഇതിൽ കിടന്ന ഗപ്പിയുടെ കുഞ്ഞുങ്ങളെ ഇതിലൊന്ന് മാറ്റേണ്ടി വന്നു. എങ്കിലും വെള്ളം കോരി കളഞ്ഞില്ല. ഇപ്പോൾ അത് മാറ്റാനായിട്ട് വെള്ളം മാറ്റി ലീക്ക് കണ്ടുപിടിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് വെള്ളം മാറ്റാത്തത്. പിന്നെ കൂത്താടി പെരുകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫൈറ്ററിനെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് കിടക്കുന്നു. ഈ ടാങ്കിൽ കിടന്ന ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണ് ഈ ബക്കറ്റിൽ കിടക്കുന്നത്. വേറെ കുറച്ച് കുഞ്ഞുങ്ങളെ പിടിച്ച് കളക്ട് ചെയ്തിട്ടതാണ് ഈ ബക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവരെ ഇനി കുറച്ച് വലിയ ടാങ്കുകളിലേക്ക് അധികം വൈകാതെ തന്നെ മാറ്റേണ്ടതുണ്ട്. അപ്പോൾ സമയം വലുതായിട്ട് കിട്ടാത്തതാണ് ഒരു പ്രശ്നം. അധികം വൈകാതെ തന്നെ വലിയ ടാങ്കുകളിലേക്ക് മാറ്റുന്നതായിരിക്കും. കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചെറിയ ടാങ്ക് എന്ന് പറയാൻ പറ്റൂല, തെർമോകോൾ ബോക്സിൽ കോൺക്രീറ്റ് ഇട്ടെടുത്തതാണ്. അതിൻ്റെ അകത്തൊരു മെയിൽ ഫൈറ്റർ നിൽപ്പുണ്ട്. പക്ഷേ അത് ഒട്ടും ആക്റ്റീവ് അല്ല. എന്തോ ബുദ്ധിമുട്ടുള്ള മീനാണ്. എന്തോ രോഗം വന്ന് ഒട്ടും ആക്റ്റീവ് അല്ലാതിരുന്നതുകൊണ്ട് ഇതിലേക്ക് മാറ്റി കല്ലുപ്പൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും അതുപോലെ തെർമോകോൾ ബോക്സിൽ കോൺക്രീറ്റ് ചെയ്തെടുത്ത ഒരു ടാങ്കാണ്. അതിലും ഇപ്പുറത്ത് കണ്ട പോലെ തന്നെ ഒരു മെയിൽ ഫൈറ്ററാണ് കിടക്കുന്നത്. അതും ഇതുപോലെ തന്നെ ഒട്ടും ആക്റ്റീവ് അല്ലാതെ എന്തോ ബുദ്ധിമുട്ട് സംഭവിച്ച ഫൈറ്ററാണ്. അതുകൊണ്ട് ഇതിനെയും കല്ലുപ്പൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതിലും കുറച്ച് മിക്സഡ് ഗപ്പിയാണ്. ഒരു 4-5 പീസേ ഉള്ളൂ. അതിൻ്റെ ഇപ്പുറത്തുള്ള ടബിൽ കുറച്ച് ഗപ്പിയുടെ കുഞ്ഞുങ്ങൾ. എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇവിടെ ഒരു 4 ഫൈറ്ററിനെ ബോട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക.
അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ.